ആ സമയത്ത് ഒരു കുഞ്ഞിതിനകത്തുണ്ട്. അവനെ പൂട്ടിയിട്ടെന്നാണ് ഈ പറയുന്നത്. പൂട്ടിയിട്ട ആളിനെ കാണിക്കാൻ പോവാ. മോനെ എഴുന്നേറ്റ് പോവാ, പൂട്ടിയിട്ടോന്നെ കാണട്ടെ, ഓടി. ഇത് പലർക്കും അറിയില്ല ആരെയാ പൂട്ടിയിട്ട്, എന്തുവാ പൂട്ടിയിട്ട്. നിങ്ങൾ പൂട്ടിയിട്ട ആളിനെ കണ്ടോണം. ഈ മോൻ അന്ന് രാവിലെ ഇവിടെ ജോലിക്ക് ജോയിൻ ചെയ്തു. നമ്മുടെ എലോഹിമിൻ്റെ ഓഫീസിൽ ജോലിക്ക് വേണ്ടി ജോയിൻ ചെയ്ത എറണാകുളം സ്വദേശിയായ മകനായത്. അന്നിവിടെ പ്രക്ഷോഭം നടക്കുന്നുണ്ട്. ഞങ്ങൾ പറഞ്ഞു, മോനെ നീ ഓഫീസിൽ അതിനകത്തിരിക്കുന്ന യുക്തമല്ല, ചർച്ചിനകത്തോട്ടിരുന്ന് ഞങ്ങൾ പുറത്തുനിന്ന് പൂട്ടിയേക്കാം. ഇവർ കയറി ഇവനെ ആക്രമിച്ചാലോ, അവൻ്റെ ജീവന് ഞങ്ങൾ ഉത്തരവാദിത്വം പറയണ്ടേ. ഞങ്ങൾ പറഞ്ഞു, നീ പള്ളിക്കകത്തിരുന്നോ, പള്ളിക്കകത്ത് കയറിയിരുന്നോ, ഞങ്ങൾ പുറത്തുനിന്ന് ലോക്ക് ചെയ്തിരിക്കും. ഇതാണ് സത്യം. ഞങ്ങൾ പൂട്ടിയിട്ടതല്ല. ഇവൻ്റെ ഭൂതബാധ ഒഴിക്കാനും വന്നതല്ല. ഇവന് ഭൂതമില്ല, ഒരു ഭൂതവും ഇല്ല. അവനെ ഒന്നും ഒഴിപ്പിക്കാൻ വന്നാലും ഭ്രാന്തും ഇല്ല, അവനെ പിടിച്ചു കെട്ടിയിട്ടില്ല, ഒന്നും ചെയ്തില്ല. അങ്ങനല്ലേ? ശരിയാണ്. ശരിക്കും ജോലിക്ക് വന്നാണ് ഇവിടെ. എന്നിട്ട് ഇവിടെ താഴെ അക്രമം ഉള്ളതുകൊണ്ട് അകത്ത് കയറിയിരുന്നു. ആക്രമണം പുറത്തുള്ളതുകൊണ്ട് അകത്തിരിക്കാൻ സേഫ് ആയിരിക്കാൻ വേണ്ടി അകത്ത് ഇരിക്കാൻ പറഞ്ഞു. ഞങ്ങൾ പുറത്തുനിന്ന് ലോക്കും ചെയ്തു. സ്നേഹിതരെ, ഇത് കട്ട് ചെയ്തിടണം. ഇതാ നടന്നേ. പ്രിയപ്പെട്ട മാഡം, നിങ്ങൾ നട്ടൽ കിളിക്കാത്ത കള്ളം പറയരുത് പ്ലീസ്. ഒരു കുഞ്ഞ് അനുജനെന്ന നിലയിൽ നിങ്ങളോട് പറയും. നിങ്ങളെക്കാൾ പ്രായത്തിലൊരു പക്ഷേ എനിക്ക് കുറവായിരിക്കാം. രണ്ട് കൈയും കൂപ്പി ഒത്തിരി സ്നേഹത്തോടെ പറയുക, താങ്കൾ പറഞ്ഞത് മുഴുവൻ പച്ചക്കള്ളമാണ്. ഈ കുഞ്ഞ് ജീവിച്ച് എത്ര വയസ്സുണ്ട് മോനെ? 35 വയസ്സുണ്ട്. ഗോ എയർവൈസിൽ വർക്ക് ചെയ്ത, ഒരു വിമാനത്തിൽ വർക്ക് ചെയ്ത ഒരാളാണ്. അത്രയും വിദ്യാഭ്യാസവും അത്രയും പഠിപ്പും അത്രയും നല്ല കുടുംബത്തിൽ ജനിച്ച ഒരു കുഞ്ഞാണ് ഈ കാര്യം പറയുന്നത്. ദയവ് ചെയ്ത് നിങ്ങൾ ഈ കാര്യങ്ങൾ വളച്ചൊടിച്ച് പറയരുത്, തെറ്റാണ്. നിങ്ങൾ പറയുന്ന മുഴുവൻ കാര്യങ്ങളും കള്ളത്തരമാണ്. പോയിരുന്നവനെ ദൈവാനുഗ്രഹി. ഇനിയും എൻ്റെ മാധ്യമ സ്നേഹിതന്മാരോട്, നിങ്ങളിത് തിരുത്തുമോ? ഈ പറഞ്ഞ കള്ളത്തരങ്ങൾ തിരുത്തി പറയോ? ഇവനെ പൂട്ടിയിട്ടതല്ലെന്ന് നിങ്ങൾ പറയോ? നിങ്ങളോട് ഞാൻ സ്നേഹത്തോടെ ചോദിക്കുക. നിങ്ങൾ എന്നെക്കുറിച്ച് പറഞ്ഞു ഈ കുഞ്ഞിനെ പൂട്ടിയിട്ടു. പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞപ്പോൾ നിങ്ങൾ വെള്ളം തൊടാതെ അങ്ങനെ വിഴുങ്ങി. ഞാൻ അവനെ, നിങ്ങൾ അന്വേഷിക്കണമായിരുന്നു പൂട്ടിയിട്ടതാണോ എന്നന്വേഷി. അതിനുള്ള ധാർമ്മിക ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്. പ്ലീസ്, നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ ഈ പറഞ്ഞ വാർത്തയ്ക്ക് നിങ്ങൾ തിരുത്തി വാർത്ത കൊടുക്കണം. ബാക്കി കാര്യങ്ങൾ, പഞ്ചായത്ത് പ്രസിഡന്റ് ആദ്യമായി, സ്നേഹിതരെ, യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നവരെ, രണ്ട് കാര്യങ്ങൾ നിങ്ങൾ കേൾക്കണം. മെയിൻ ലൈൻ മാധ്യമങ്ങളാണ് ഈ കാര്യം ഏറ്റെടുത്തത്. മനോരമ, ഏഷ്യാനെറ്റ്, റിപ്പോർട്ടർ ചാനല്, ഇവിടെയുള്ള എല്ലാ ചാനലും. അതായത് ഞാനൊരു പത്രസമ്മേളനം വിളിച്ച് ഇവിടെ 3000 കുട്ടികൾക്ക് പഠന സഹായം കൊടുത്തിട്ട് ഒരു പത്രക്കാരും വന്നിട്ടില്ല. ഇല്ല, അത് നിങ്ങളുടെ ധാർമ്മിക ഉത്തരവാദിത്വം. ഞാൻ അവരെ വിളിച്ചിട്ടുണ്ട്, എന്നെ കാണാൻ വരാൻ പറഞ്ഞിട്ടുണ്ട്, ആരും ഇതുവരെ വന്ന്. പക്ഷേ ഇപ്പോൾ അവരെൻ്റെ ഇൻ്റർവ്യൂവിന് വിളിക്കുക. പാസ്റ്റർ ഒരു 2 മിനിറ്റ് ബൈറ്റ് തരുമോ? പാസ്റ്റർ ഒന്ന് മിണ്ടുമോ? അതെന്തു പറ്റി? ദൈവം തിരിച്ചു. ദൈവം ഉണ്ട് നമ്മുടെ കൂടെ. ബാക്കി നിങ്ങളോട് ഞാൻ പറയുന്നു, കേൾക്കുക നിങ്ങൾ. അന്ന് ഈ ചർച്ച് പ്രവർത്തിക്കുന്നത്, നമ്മൾ ഓഡിറ്റോറിയത്തിനകത്ത് ആരാധിക്കാൻ കൂടി വരുന്നു. ഒരു അസംബ്ലി ആയിട്ടൊരു സ്ഥലത്ത് കൂടി വരാൻ ഇന്ത്യൻ ഭരണഘടന അനുവദിക്കുന്നത് കൊണ്ട് ഞങ്ങൾ ഇവിടെ കൂടി വരുന്നു. ഇവിടെ ഞങ്ങൾ കൂടി വരുന്നു, കൃത്യമായി വാടക കൊടുക്കുന്നു, ഞങ്ങളുടെ കാര്യങ്ങൾ ഞങ്ങൾ കൃത്യമായി ചെയ്യുന്നു. ആ നിലകളിൽ ഞങ്ങൾ മുന്നോട്ട് പോകുന്നു. ദയവായി നിങ്ങൾ കേൾക്കുക. ഈ ആരാധനാലയത്തിൽ വെച്ച് ഞങ്ങൾ ആരെയും പീഡിപ്പിച്ചിട്ടില്ല. ഈ ആരാധനാലയത്തിനെതിരെ കേസില്ല. എനിക്കെതിരെ ഒരു കേസുമില്ല. എനിക്കെതിരെ യാതൊരു കാര്യങ്ങളുമില്ല. ആ കുഞ്ഞോ അതിൻ്റെ അമ്മ കെസിയോ എന്നെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അവർക്ക് വ്യക്തമായി എന്നെക്കുറിച്ച് ധാരണയുണ്ട്. അവർ ആ പത്ര ഞാനിതെല്ലാം മാധ്യമത്തിലൂടെ കണ്ട കാര്യമാണ്. അമ്മ പറയുന്ന, മകൻ പറയുന്ന ഒരു കാര്യം, എനിക്ക് പാസ്റ്ററെ കാണണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഇവർ സമ്മതിക്കുന്നില്ല. മറ്റേ മകൾ പറഞ്ഞു, ലിൻസി എന്ന മകൾ പറഞ്ഞു, പാസ്റ്റർ അവിടെ വരില്ല, പാസ്റ്റർക്ക് സമയമില്ല. ഇത് ശരിക്കും ഒരു കോൺട്രവേഴ്സി ആയിട്ട് ഞാനൊന്നും പറയാത്തത് കോടതിയിലിരിക്കുന്ന കാര്യമാണ്. ഞങ്ങൾ ഇന്ത്യൻ പൗരന്മാരായതുകൊണ്ട് ഞങ്ങൾ അവരെ പോലെയല്ല. ഞങ്ങൾ കോടതികളെ ബഹുമാനിക്കുന്നു, ഭരണാധികാരികളെ ബഹുമാനിക്കുന്നു. ഞങ്ങളെക്കാൾ മുതിർന്ന ആളുകളെ എടാന്നോ എടിയെന്നോ പോടിയെന്നോ വിളിക്കാൻ പഠിച്ചിട്ടില്ല. അങ്ങനെ ചെയ്യില്ല.
ഞങ്ങളെ ഉപദ്രവിച്ചാലും അവരെ സ്നേഹിതരാ എന്ന് വിളിക്കാനായി യേശു പഠിപ്പിച്ചു. ഇതാണ് ഞങ്ങളുടെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ. ഓമല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ചെന്നീർക്കര പഞ്ചായത്തിൽ നടന്ന ഒരു ക്രൈമാണ്. ഇത് നടന്നത് ചെന്നീർക്കര, ഇത് രണ്ടു പഞ്ചായത്താണ്. വളരെ വേഗത്തിൽ ഓമല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ചെന്നീർക്കര പഞ്ചായത്തിലേക്ക് വന്നു. മാധ്യമങ്ങളുടെ മുമ്പിൽ ഒരു മാധ്യമ ശ്രദ്ധ കിട്ടട്ടെ എന്ന് വിചാരിച്ച് ആവേശത്തോടെ പറഞ്ഞു. അവർ പറഞ്ഞത് ഇങ്ങനെയാണ്: ബിനു വാഴമുട്ടം ഇവിടെ വന്ന ഒരമ്മയുടെ കയ്യിൽ നിന്ന് 8 സെന്റ് വസ്തു എഴുതി വാങ്ങിച്ചു. ഇനിയും അമ്മയെക്കുറിച്ച് 2 വാക്ക്. നമ്മുടെ കുട്ടികൾ കട്ട് ചെയ്യുമ്പോൾ ഈ അമ്മയെ കൊണ്ടെത്തുന്ന വീഡിയോ, അമ്മ നിൽക്കുന്ന വീഡിയോ, അമ്മയുടെ വീടിൻ്റെ വീഡിയോ, ഇത് മുഴുവൻ നിങ്ങൾക്ക് കാണിച്ചു തരും. 8 സെന്റ് വസ്തു, ആ വസ്തുവിന് 18 ലക്ഷം രൂപ കിട്ടും. അത് കള്ളക്കഥയുണ്ടാക്കി ഞാൻ കൈക്കലാക്കി എന്ന് വെച്ചാൽ എൻ്റെ പേരിൽ ഞാൻ ഈ വസ്തു എഴുതി വാങ്ങിച്ചു. ഇതാണ് പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ ആതിരാമാടത്തിൻ്റെ വർഷം. നിങ്ങൾ കേൾക്കുക പ്രിയപ്പെട്ടവരെ, സംഭവിച്ചത് അങ്ങനെയല്ല. ഈ അമ്മയെ 5 വർഷത്തിന് മുൻപ് പന്തളം ജനമൈത്രി പോലീസ് സരോജനി എന്ന് പറയുന്ന അമ്മയെ, നായർ സമുദായത്തിൽപ്പെട്ട അമ്മയെ ആരും നോക്കാനില്ലാത്തത് കൊണ്ട് ജനമൈത്രി പോലീസ് എന്നെ വിളിക്കുന്നു. ഞാൻ പറഞ്ഞു, സാറേ ഞാൻ അവിടെ വരും. എന്നോട് കൂടി അന്നത്തെ പഞ്ചായത്ത് മെമ്പറും പഞ്ചായത്ത് ഭാരവാഹികളും ജനമൈത്രി പോലീസിലെ 2 ആളുകളും ഞങ്ങൾ ഒരുമിച്ച് അവിടെ ചെല്ലുന്നു. അവർ പോലീസ് വാഹനത്തിൽ, ഞാൻ എൻ്റെ വാഹനത്തിൽ, സ്നേഹത്തണൽ ആ വാഹനത്തിൽ. അങ്ങനെ അവിടെ ചെല്ലുന്നു. ഈ അമ്മയെ പോലീസുകാരുൾപ്പെടെ സ്നേഹത്തണലിൽ കൊണ്ടുവരുന്നു. അമ്മ എന്നോട് വരുന്ന സമയത്ത് ഒരാഴ്ച കഴിഞ്ഞ് അവിടുത്തെ അന്ന് അത് നമ്മുടെ സ്നേഹത്തണലിൽ നടത്തിക്കൊണ്ടിരുന്ന മാനേജരെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് ബിനു പാസ്റ്ററെ കാണണം. അമ്മ എന്നോട് പറഞ്ഞു, ഞാൻ ഒത്തിരി അനാഥ മന്ദിരത്തിൽ പോയിട്ടുണ്ട്. ഇന്നു വരെ ഒരു അനാഥ മന്ദിരത്തിലും ഇത്രയും മേൽത്തരമായി ഞങ്ങളെ ട്രീറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് എനിക്ക് പാസ്റ്റർക്ക് ഈ വസ്തു എഴുതിത്തരാൻ ആഗ്രഹമുണ്ട്. 8 സെന്റ് സ്ഥലം പാസ്റ്റർക്ക് എഴുതി തരണം. അപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മേ എനിക്കോ സ്നേഹത്തണലോ അമ്മയുടെ 1 സെന്റ് വസ്തുവും വേണ്ട, ഞാൻ വാങ്ങില്ല. അമ്മ ഒന്നുകൂടെ ചിന്തിക്കുക, എനിക്ക് വേണ്ട, അമ്മ മരിക്കും വരെ അമ്മയുടെ പേരിൽ കിടക്കട്ടെ. അങ്ങനെ കാലങ്ങൾ നീണ്ടുപോയി. കൃത്യം 1 വർഷം കഴിയുമ്പോൾ വീണ്ടും ഒരു ഫംഗ്ഷന് ഞാൻ അവിടെ ചെല്ലുമ്പോൾ അമ്മ എന്നെ മാറ്റി നിർത്തി പറഞ്ഞു, എന്നെ മോനെ എന്നാ വിളിക്കുന്നത്, മോനെ ഞാനന്ന് വസ്തുവിൻ്റെ കാര്യം പറഞ്ഞില്ലേ, ഞാൻ ഒത്തിരി സേഫായി. അമ്മയ്ക്ക് ഇഷ്ടമുള്ള ഫുഡ് കൊടുക്കാൻ പ്രത്യേകം അവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അമ്മയ്ക്കല്ല, എല്ലാവർക്കും അവരവർക്ക് ഇഷ്ടമുള്ള ഫുഡ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ വീഴ്ചകളൊക്കെ ഞാൻ അഡ്രസ്സ് ചെയ്യില്ല എന്ന് നിങ്ങൾ വിചാരിക്കരുത്. അതിന് ഞാൻ അഡ്രസ്സ് ചെയ്യും. അതിനെക്കുറിച്ച് ഇത് കോടതിയിൽ ഇരിക്കുന്നത് കൊണ്ടാണ് ഞാൻ പലതും പറയാൻ എനിക്ക് വൈമുഖ്യമുള്ളത്. സ്നേഹിതരെ, എന്നെ വിമർശിക്കുന്നവരെ, ഞാൻ വിമർശനത്തിന് അധീനനല്ല. നിങ്ങൾക്ക് എന്നെ വിമർശിക്കാം, നിങ്ങൾക്ക് ചോദ്യം ചെയ്യാം. എൻ്റെ പേരിൽ കേസുണ്ടെങ്കിൽ ഈ രാജ്യം തരുന്ന ഏത് ശിക്ഷയും ഞാൻ അനുഭവിക്കും. അതിന് ഞാൻ ബാധ്യസ്ഥനാണ്. സ്നേഹിതരെ, എൻ്റെ പേരിൽ അങ്ങനത്തെ യാതൊരു കേസുകളും ഇന്നുവരെ ഇല്ല. നിങ്ങളത് മനസ്സിലാക്കുക പ്ലീസ്. ഞാൻ തുടരുകയാണ്. ഈ അമ്മ ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ എനിക്ക് പ്രാർത്ഥിച്ച അമ്മയോട് പറയാൻ ഒരു വാക്ക് മാത്രമേ ഉള്ളൂ. അമ്മ മരിക്കും വരെ അമ്മയുടെ പേരിൽ കിടക്കട്ടെ, അതിനുശേഷം അത് നമുക്ക് അർഹരായവർക്ക് കൊടുക്കാം. അപ്പോൾ എന്നോട് പറഞ്ഞു, വേണ്ട, എനിക്ക് അവകാശമില്ലാത്തതുകൊണ്ട് ബന്ധുക്കൾ അതെടുക്കും, അവർക്ക് കൊടുക്കരുത്. എന്നെ ആരും നോക്കിയിട്ടില്ല, എനിക്ക് 1 ഗ്ലാസ് വെള്ളം ആരും തന്നിട്ടില്ല. നിങ്ങൾ ഒരു കാര്യം കേൾക്കണം, നമുക്ക് ഒരമ്മയെ നോക്കാൻ പ്രയാസമാണ്. ആ സമയത്ത് ഇത്രയും ആളുകളെ നോക്കാൻ ഭയങ്കര പ്രയാസമാണ്. ഞാൻ അവരുടെ മലമൂത്ര വിസർജനം എടുത്തിട്ടുള്ള പാസ്റ്റർ, അവരെ കുടിപ്പിച്ചിട്ടുള്ള പാസ്റ്റർ, അവർക്ക് അവരുടെ കഫം എൻ്റെ കയ്യിൽ നിന്ന് എടുത്ത്, ക്യാൻസറുള്ള അമ്മയുടെ കഫം എൻ്റെ കൈകൊണ്ടെടുത്ത് വെളിയിൽ കളഞ്ഞിട്ടുള്ള പാസ്റ്റർ. വിമർശിക്കുമ്പോൾ ഇത്രയും കൂടെ ഒക്കെ ഒന്ന് കേട്ടിട്ട് വിമർശിക്കാവൂ എന്ന് നിങ്ങളെ സ്നേഹത്തോട് ഓർപ്പിക്കുക. അങ്ങനെ സരോജിനി അമ്മയുടെ ഈ വസ്തു പന്തളത്ത് തന്നെയുള്ള സ്വന്തമായി വസ്തു ഇല്ലാത്ത ഒരമ്മയ്ക്ക് എഴുതി കൊടുത്തു. എൻ്റെ പേരിലല്ല, മറ്റൊരാളുടെ പേരിലാണ്.
അപ്പൊ താങ്കൾ പറഞ്ഞത് നട്ടാൽ കുരുക്കാത്ത കള്ളം, കള്ളൻ നമ്പർ 3. താങ്കൾ പറഞ്ഞത് മുഴുവൻ കള്ളമാണ്. 4-മത്തെ കള്ളം, ഞങ്ങളവിടെ പാല് വാങ്ങുന്നില്ല. ഞങ്ങളവിടെ പാല് വാങ്ങാൻ വേണ്ടി കൊടുക്കുന്ന പണമാണിത്. പാല് വാങ്ങാൻ വേണ്ടി നിങ്ങളിത് നോക്കുക. ഇതെല്ലാം ഞങ്ങൾ പറഞ്ഞു, ഇതിനാൽ ഞങ്ങൾക്ക് എവിഡൻസ് ഉണ്ട്. താങ്കൾ ഈ പറയുന്ന പോലെ മാധ്യമത്തെ കാണുമ്പോൾ ആവേശത്തോടെ ഞങ്ങൾ പറയുകയല്ല, ഇത് മുഴുവൻ ഞങ്ങളുടെ കയ്യിൽ എവിഡൻസ് ഉണ്ട്. ഇങ്ങനെയാണ് നിങ്ങൾ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ഇങ്ങനെ ചെയ്യുമെന്ന് നോക്കിക്കൊള്ളുക. ഇത്രയും രൂപയുടെ പാലാണ് ഞങ്ങൾ വാങ്ങിക്കൊടുക്കുന്നത്. അതുപോലെ അവിടെ കൊടുക്കേണ്ട കാര്യങ്ങൾ. ഇവിടെ ഈ പത്രസമ്മേളനത്തിൽ മറ്റൊരു കുട്ടിയുണ്ട്. ഞാൻ ആ കുട്ടിയെക്കുറിച്ച് പറയാൻ ആളല്ല. മദ്യപിക്കുന്ന, ലഹരി ഉപയോഗിക്കുന്ന, ആണും പെണ്ണും ഒക്കെ ഉള്ള നാടാണ്. എല്ലാ എവിഡൻസും എൻ്റെ കയ്യിലുണ്ട്. ദയവ് ചെയ്ത് ഞാൻ ആരെയും താഴ്ക്കാൻ ശ്രമിക്കില്ല. ഇല്ല, ഇനിയും എനിക്ക് എന്തെങ്കിലും വീഴ്ച വന്നാലും അത് ഞാൻ പുറത്തു പറയില്ല. അതെൻ്റെ സ്വഭാവമാണ്. ഞാൻ ഇന്നൊരു അധികാരത്തിലുള്ള ഒരാളോട് പറയുമ്പോൾ എന്നോട് ചോദിച്ച് ഇന്നയാളെ പൂട്ടരുതോ, ഞാൻ പറഞ്ഞു സാറേ ഞാൻ ചെയ്യില്ല. ഇല്ല, അത് ചെയ്യേണ്ട ദൈവമാണ്, ഞാൻ ചെയ്യില്ല. ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ആതിര മാഡമേ, നിങ്ങളോട് ഞങ്ങൾക്ക് ഒരു വൈരാഗ്യമില്ല. ഈ എലോഹിമിലിരിക്കുന്ന ഒരാളോടും ഒരു വൈരാഗ്യമില്ല. എല്ലാ യൂട്യൂബേഴ്സിനോടും, എല്ലാ വാർത്ത കൊടുത്തിട്ടുള്ളവരോടും, എല്ലാ മുഖ്യധാര മാധ്യമങ്ങളോടും പറയുക, നിങ്ങൾ ഈ പറഞ്ഞതൊക്കെ നിങ്ങളൊന്ന് തിരുത്തണം, തിരുത്തി പറയണം. ഈ ക്രൈം ഒന്നും നടന്നത് എലോഹിമിലല്ല. ഇവിടെ ക്രൈം നടന്നിട്ടില്ല. എന്തെങ്കിലും ക്രൈം നടന്നിട്ടുണ്ടെന്ന് കോടതി തെളിയിച്ചാൽ അത് എവിടെയാണെന്ന് അന്ന് കോടതി പരാമർശത്തിൽ ഒരു പത്രസമ്മേളനം നിങ്ങളുടെ മുമ്പിൽ നടത്തും. ഇപ്പോൾ കോടതിയുടെ FIR-ഉം FIS-ഉം എഴുതിയിട്ടുള്ളൂ. ഇത് രണ്ടും എൻ്റെ കൈവശമുണ്ട്. FIR എൻ്റെ കൈവശമുണ്ട്, FIS എൻ്റെ കൈവശമുണ്ട്. ഈ 2 കാര്യങ്ങൾ, അവർ പറഞ്ഞു കൊടുത്ത മൊഴി, അവർ പോലീസ് കൊടുത്തത്, ഇട്ടിരിക്കുന്ന കാര്യങ്ങൾ, ഇതിനെക്കുറിച്ചെല്ലാം വ്യക്തമായ ബോധ്യം എൻ്റെ കയ്യിലുണ്ട്. ഞാൻ ഈ പഞ്ചായത്തിൽ ചെല്ലുമ്പോൾ അവിടെന്നോട് ചോദിച്ചത്, നിങ്ങൾ വക്കീലാണോ? നിങ്ങളെങ്ങനെ നിയമം പറയുന്നത്? അവിടെയുള്ള ആളുകളുടെ ദേഷ്യം ഇതാണ്, നിങ്ങൾ വക്കീലാണോ? നിങ്ങളെങ്ങനെ നിയമം പറയുന്നേ? നിങ്ങൾ VNS എങ്ങനെയാ പറയുന്നേ? നിങ്ങൾക്കിതിനെക്കുറിച്ച് എങ്ങനെ അറിവുള്ളത്? ഞാൻ ഇന്ത്യൻ പൗരനായതുകൊണ്ട് എനിക്കിതിനെക്കുറിച്ച് അറിവുണ്ട്. ഞാൻ വായിക്കുന്ന ആളാണ്. ഇതിനെക്കുറിച്ച് എനിക്ക് ഭയങ്കര ബോധ്യമുണ്ട്. ഇന്ന് രാവിലെ ഏതൊരു യൂട്യൂബർ പറയുന്ന കേട്ടു, ഞാൻ പണ്ട് ഷാപ്പി നിൽക്കുമായിരുന്നു. സ്നേഹിത, ഷാപ്പി ഞാൻ പോയിട്ടുണ്ട്. ചെങ്ങന്നൂർ ഷാപ്പ് എടുത്ത് ആരാധന നടത്തിയപ്പോൾ ആദ്യമായിട്ട് ലൈഫിൽ ഷാപ്പിൽ കയറുന്നു. ഞാൻ അതിനു മുമ്പോ പിൻപോ ഒരു ഷാപ്പിലും കയറിയിട്ടില്ല. ഷാപ്പിൽ ഞാൻ പോയിട്ടില്ല. ഇവർ വിചാരിച്ചത് ഒരു വലിയ വിവാദം ഉണ്ടാക്കാം എന്നാ നിങ്ങൾ വിവാദമുണ്ടാക്കാൻ ശ്രമിച്ച ആളുകളെ ഒക്കെ എനിക്ക് ബോധ്യമുണ്ട്. ഞാനിതെല്ലാം ഒന്ന് കെട്ടടങ്ങി ഇവരുമായിട്ട് മാധ്യമത്തിൻ്റെ മുമ്പിൽ വരും. ഇവരുമായിട്ടെല്ലാം മാധ്യമത്തിൻ്റെ മുമ്പിൽ വരും. ഇവർ മാക്സിമം കടഞ്ഞു പരിശ്രമിച്ചത് എന്തെങ്കിലും ഒരു പെണ്ണ് കേസ് കിട്ടാൻ പറ്റുമെങ്കിൽ അതിനുവേണ്ടി ഒത്തിരി ആളുകളെ വെറുതെ ബുദ്ധിമുട്ടുണ്ടാകട്ടോ, ഒന്നും നടക്കില്ല. ദയവേത് ഇങ്ങനെ 1000 കാര്യങ്ങൾ അവർ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഞാൻ 2 കാര്യങ്ങളുടെ ഇതിനോട് ചേർത്ത് പറയാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ കേൾക്കണം. ഞങ്ങൾ ഒരു വർഷം 3000 കുഞ്ഞുങ്ങളെ പഠിപ്പിക്കും. സ്നേഹിതരെ, താങ്കൾക്ക് ഈ വർഷമല്ല, ഈ വയസ്സിനോടിടയിൽ ഒരു കുഞ്ഞിനെ പഠിപ്പിക്കാൻ പറ്റുമോ? ഒരു കുഞ്ഞിനെ പോലും പഠിപ്പിക്കാൻ പറ്റാത്ത നിങ്ങളാണ് ഇത്രയും കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന എന്നെ വിമർശിക്കുന്നത്. 2, ഒരമ്മയെപ്പോലും നോക്കാത്ത നിങ്ങൾ ഇത്രയും അമ്മമാരെയും അതിൽ ഒരു യൂട്യൂബറിന് സ്പെഷ്യൽ സല്യൂട്ട് കൊടുക്കണം. അത് ഞങ്ങൾ ഇങ്ങനെയാണ് എന്ന് സ്ഥിരത്തോട് കേന്ദ്രീകമായി പ്രവർത്തിക്കുന്ന, അതെങ്ങനെ അവിടെ അവിടെ അങ്ങനെയല്ലേ യൂട്യൂബ് ചാനലിൻ്റെ പേര്? അതല്ലേ ഞങ്ങൾ ഇങ്ങനെയാണ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ അവിടെ കുഞ്ഞിൻ്റെ ജന്മദിനം നടത്തിയത് സ്നേഹത്തിനല്ല. അവരാ വീഡിയോ എടുത്തിട്ട് അവർ പറയുന്നൊരു വാക്കുണ്ട്, ഞങ്ങളിത് പോയി കണ്ടതാണ്. ഞങ്ങളെ അങ്ങനെ ഒത്തിരി മനുഷ്യർ കണ്ടതാണ്. നിങ്ങൾ കേട്ടെ, ആർക്കും ആഹാരം കൊടുക്കുന്നില്ല, 5 വർഷം കൊണ്ടൊരു ചത്തുപോയില്ലേ? പിന്നെ മരിക്കുന്ന ആളുകളെ ഞങ്ങൾ എവിടെ അടക്കുന്നേ?
ഓൾഡ് ഏജ് ഹോമിൽ നിന്ന് മരിക്കുന്ന ആളുകളെ ഞങ്ങൾ ഇൻക്വസ്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കിയാണ് ഇതുവരെ അടക്കിയിട്ടുള്ളത്. നാളെയും അങ്ങനെ ചെയ്യൂ. അതിൻ്റെ മുഴുവൻ എവിഡൻസ് അത് ബഹുമാനപ്പെട്ട ഇവിടെ ഒരു പൗരസമിതി കൂടിയിട്ടുണ്ട്. പൗരസമിതി മറ്റൊന്നിനുമല്ല, പള്ളി പണിയിക്കില്ല, അതിൻ്റെ പൗരസമിതിയാണ്. എന്താ? പള്ളി പണിയിക്കില്ല. അതിൻ്റെ മുമ്പിൽ നിൽക്കുന്ന 2-3 ആളുകളുണ്ട്. അവസാനിപ്പിക്കുക. ബാക്കി ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. പറയുന്നില്ല. എനിക്ക് കാര്യങ്ങളെക്കുറിച്ച് ബോധ്യമുണ്ട്, കേസുകളെക്കുറിച്ച് ബോധ്യമുണ്ട്, കള്ളനോട്ടിനെ കുറിച്ച് ബോധ്യമുണ്ട്. പറയിപ്പിക്കരുത് പ്ലീസ്. ഇതിനെക്കുറിച്ച് എനിക്ക് ബോധ്യമുണ്ട്. അതുപോലെ 2 കാര്യം കൂടെ ചേർത്ത് എനിക്ക് അതിനകത്ത് പറയണം. അങ്ങനെ അതിനാമാത്രം അടുത്ത പറയുന്നത്, അവിടെ 2 വയസ്സുള്ളൊരു കുഞ്ഞുണ്ട്. ആ കുഞ്ഞിനെ ഭിത്തിയിലടിക്കും. ആരടിക്കും? ആര് ചെയ്തു? ആരാണ് ഇതിൻ്റെ? അങ്ങനെ ഒരു FIR ഉണ്ടോ? നമ്മുടെ ഒരു കാര്യം ഒരു മാധ്യമത്തിൻ്റെ മുമ്പിൽ പറയുമ്പോൾ ഈ പറയുന്നത് ആധികാരികമായി ഇതെന്നാന്നറിയാം? നിങ്ങളോട് ഞാൻ പറയുക, ഇതെല്ലാം ഡിജിറ്റൽ തെളിവുകളാണ്. ഞാൻ ഈ പറയുന്നതും തെളിവാണ്. അതുകൊണ്ടാണ് എൻ്റെ വാക്കുകൾ ഞാൻ ആവേശഭരിതനാകാത്തത്. ഞാൻ ശാന്തമായി പറയുന്നത് ഇത് ബോധ്യപ്പെടാൻ വേണ്ടിയാണ്. ഇനിയും 1-2 കാര്യങ്ങൾ സഭയോട് പറയുകയാണ്. ശരിക്കും ദൈവമക്കളോട് എനിക്ക് ഒത്തിരി സ്നേഹമാണ് കേട്ടോ. പ്രത്യേകിച്ച് ഞായറാഴ്ച ആരാധനയ്ക്ക് വന്നവരോട്, നിങ്ങൾ എൻ്റെ ദൈവത്തിൻ്റെ മക്കളാണ്. അന്ന് നിങ്ങൾ ആവേശത്തോടെ വന്നു. രാവിലെ 7:30 മണിക്ക് ഇവിടെ വന്നവരുണ്ട്, 8 മണിക്ക് ഇവിടെ വന്നവരുണ്ട്. ബൈബിളും പിടിച്ച് പ്രായമുള്ള അമ്മമാർ, ബുദ്ധി കുറവുള്ള കുട്ടികൾ, അംഗവൈകല്യമുള്ളവർ, ആയിരക്കണക്കിന് മനുഷ്യർ റോഡിൽ നിറഞ്ഞു. എന്നോട് ഇവിടുത്തെ ഒരു അധികാരിയായ മനുഷ്യൻ പറഞ്ഞു, നിങ്ങളുടെ ഒത്തൊരുമ സമ്മതിക്കണം. ഞാനൊരു കാര്യം കൂടെ പറയട്ടെ. ദൈവദാസന്മാരെ, ദൈവമക്കളെ, എന്നെ സോഷ്യൽ മീഡിയയിൽ കേൾക്കുന്നവരെ, ഇവിടെ ഇങ്ങനൊക്കെ നോർത്ത് ഇന്ത്യയിൽ എന്താ സംഭവിക്കുന്നത് നിങ്ങൾക്കറിയാം? നോർത്ത് ഇന്ത്യയിൽ ഒരു പള്ളിയിൽ കയറിയാൽ ആരും കൂടെ വരത്തില്ല, ആരും കൂടാനുണ്ടാവില്ല. ഇവിടെ അങ്ങനെ അല്ല. ഞങ്ങളുടെ അച്ചായന്മാരൊക്കെ ആദ്യം ഞങ്ങൾക്ക് ആരാധിക്കണമെന്ന് പറഞ്ഞ്, ഞങ്ങളുടെ ഒരു അച്ചാനും അമ്മാമ്മയും കൂടെ അവർ കോന്നി ഓർത്തഡോക്സ് പള്ളിയിൽ നിന്ന് വന്ന, എൻ്റെ അമ്മ ജനിച്ചു വളർന്ന നാട്ടിൽ നിന്ന് ആരാധനയ്ക്ക് വന്നവരാ. ആവേശത്തോടെ ഓടിക്കേറി വന്നിട്ട് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഞാൻ ഓർത്തഡോക്സ് പള്ളി വിട്ടു വന്നോനാ, ഞാൻ മരിക്കും വരെ എലോഹിമിൽ ഉള്ളയാളാ, എങ്ങും പോവാൻ വന്നതല്ല. അതായത് പ്രിയപ്പെട്ട ബീച്ചാൻ, അദ്ദേഹം നമ്മുടെ ഈ സങ്കടാവസ്ഥ അറിഞ്ഞിട്ട് ഗൾഫിൽ നിന്ന് വന്ന ഒരാമയും പറഞ്ഞേ. നിങ്ങൾ കേട്ടോ? ഗൾഫിൽ അവിടെ ബിസിനസ് ചെയ്യുന്ന മനുഷ്യനാ. അത് നമ്മുടെ സങ്കടാവസ്ഥ അറിഞ്ഞ് ഗൾഫിൽ നിന്ന് നാട്ടിൽ വന്ന. നാട്ടിലുള്ളവരുണ്ടായിരുന്നു, അവർക്കന്ന് പനിയായിരുന്നു. അമ്മയ്ക്ക് അന്നത്തെ ദിവസം അമ്മയ്ക്ക് തലകറക്കം ഉണ്ടായി. അന്നുണ്ടാവും. ഇതൊക്കെ ഞങ്ങൾക്ക് അറിയില്ലേ അച്ഛാ? അറിയില്ലേ? ഈ ഇവിടുത്തെ ശക്തികളോട് പറയുന്ന പോലെ ഞാൻ പറയുക, ഞങ്ങളും അരിയാഹാരം കഴിക്കുന്നവരാ ആണ്. പ്രത്യേകിച്ച് 25 വർഷമായി സുവിശേഷ വേല നിന്ന മനുഷ്യനാണ് ഞാൻ. ഇവിടെ പൗരസഭ നടത്തിയ ആൾ പറഞ്ഞു, കഴിഞ്ഞ 9 വർഷമായിട്ട് ഞങ്ങൾ ബിനു വാഴമുട്ടത്തെ പൂട്ടിക്കാൻ, ഇത് മാധ്യമത്തിൻ്റെ മുമ്പിലാണ്, ബിനു വാഴമുട്ടത്തെ പൂട്ടിക്കാൻ നടക്കുക. അമ്മ വിഷമിക്കാതിരുന്നേ, അമ്മ സങ്കടപ്പെടാതെ, എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര വിഷമം. ഇത് മാധ്യമത്തിൻ്റെ മുമ്പിൽ പറയുന്ന കാര്യമാണ്. കഴിഞ്ഞ 9 വർഷമായിട്ട് ഇങ്ങനല്ലേ വസ്ത്രേ? അതിന് മറുപടി പറയണം. സ്നേഹിത, മാനുഷികമാണ് പൂട്ടും. ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം, യേശു നമ്മുടെ കൂടെ ഉണ്ട്. അതെങ്ങനെയാന്ന് പറയാം. ഞാൻ എറണാകുളത്തെ മീറ്റിംഗ് മെസ്സേജ് എടുക്കുമ്പോൾ അന്ന് വെളുപ്പിനെ മറ്റൊരു മെസ്സേജാണ് ഞാൻ തയ്യാറാക്കുന്നത്. ഞാൻ ഹാളിലേക്ക് കയറുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, മോനെ, മാനുഷികം തകരും, ദൈവികം നിൽക്കും. ആ ഞായറാഴ്ചയും ഇവിടെ പ്രസംഗിച്ച ഞാനതാ. അമ്മേ, നമ്മൾ മാനുഷികമായിരുന്നെങ്കിൽ തകർന്നേനെ. ദൈവികം കൊണ്ടാണ് നിൽക്കുന്നത്. ഇന്ന് വരെ നിന്നത് വന്നത് കൃപ. ഞാൻ
ഒന്ന് രണ്ട് കാര്യം കൂടെ പറയട്ടെ. BJP പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന ഒരു പറ്റം അമ്മമാർ കഴിഞ്ഞ ദിവസം യാത്ര ചെയ്യുമ്പോൾ എന്നെ കണ്ടിട്ട് വണ്ടിക്ക് കൈ കാണിച്ചു. ഞാൻ ഇറങ്ങി വന്നപ്പോൾ പറഞ്ഞു, പാസ്റ്ററെ നിങ്ങളോട് ഞങ്ങൾക്ക് ഭയങ്കര സ്നേഹം കേട്ടോ, നിങ്ങൾ ആടെ ഒന്നിനും അടിയറ വെക്കല്ല. അവർ ഈ ഇതിൽ വിശ്വസിക്കുന്ന ആളുകളാണ്. എന്നോട് പറഞ്ഞു, ഞങ്ങൾ തീവ്രമായി ഈ പ്രസ്ഥാനത്തെ വിശ്വസിക്കുന്നവരാ, പക്ഷെ ആരാധന അടയാൻ ഞങ്ങൾ സമ്മതിക്കില്ല. അവരുടെ വാക്കുകളാണ്. അങ്ങനെയുള്ള നല്ല അമ്മമാർ ഇവിടെയുണ്ട്. അമ്മമാരെ, സംഘടനാ ബോധ്യമില്ലാതെ, ജാതിയില്ലാതെ, മതമില്ലാതെ ഞങ്ങളോട് ചേർന്ന് നിൽക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒരു സ്നേഹം. അതുപോലെ നിരവധി അച്ഛന്മാർ, നിരവധി ബിഷപ്പന്മാർ, നിരവധി തിരുമേനിമാർ, നിരവധി പാസ്റ്റർമാർ, ഇന്ന് കേരളത്തിലുള്ള പാസ്റ്റർ MA വർഗീസ് ഉൾപ്പെടെ. ഇന്നലെ രാത്രി MA വർഗീസ് പാസ്റ്റർ പറഞ്ഞ് നിരന്തരമായി പാസ്റ്ററെ വിളിക്കുകയായിരുന്നു. കിട്ടാത്തതുകൊണ്ട് ഞാനൊരു വോയിസ് ഇടുക, ഞങ്ങൾ കൂടെയുണ്ട്, ദൈവം കൂടെയുണ്ട്. ഞാൻ ഒരു പടിയുടെ ദൈവത്തിന് മുമ്പിൽ താഴ്ന്നുകൊണ്ട് പറയുക, യേശു നമ്മുടെ കൂടെ ഉണ്ട്. എല്ലാവരും നമ്മൾ തകരുമെന്നൊക്കെ വിചാരിച്ചു, ദൈവം നമ്മളെ നടത്തി. ഇത്രയും പറയുമ്പോഴും സ്നേഹത്തണലിനെ കുറിച്ചൊരു വാക്ക് പറയാതെ പോകുന്നത് ശരിയല്ല. അവിടെ ആരെങ്കിലും ആ കുഞ്ഞിനെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഉപദ്രവിച്ചവരുടെ കൂടെ ഞങ്ങൾ നിൽക്കില്ല. ഇല്ല, അത് അസന്നിഗ്ധമായി ഒരിക്കൽ കൂടെ പറയുക, അവിടെ കൂടെ നിൽക്കില്ല. അത് ഇവിടെ അല്ല നടന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ അല്ല. മാധ്യമ സ്നേഹിതർ തിരുത്തണം. എലോഹിം ഗ്ലോബൽ വർഷിപ്പ് സെന്റർ അല്ല, സ്നേഹത്തണലാണ്. ഓക്കെ, ഗ്ലോബൽ വർഷിപ്പ് സെന്ററിൽ നടക്കാത്ത ഒരു കാര്യം നിങ്ങൾ എന്തിനാണ് മനഃപൂർവ്വമായി ഈ ചർച്ചിൻ്റെ പേര് പറയുന്നത്? സ്നേഹത്തണലിൻ്റെ പേരില്ലേ? എന്താണ് നിങ്ങൾ സ്നേഹത്തണലിൻ്റെ പേര് ഉപയോഗിക്കാത്തത്? അല്ല എൻ്റെ വീടിൻ്റെ പേര് ഉപയോഗിക്കാത്തത്? ഇനിയും ഇവിടുത്തെ ശക്തികളോട്, ഞങ്ങളെ തകർക്കാൻ വരുന്ന ശക്തികളോട് രണ്ട് വാക്ക്. ഒന്ന്, അവർ ഒരിക്കൽ പോലും ചെന്നീർക്കര പഞ്ചായത്തിൽ ഒരു സമരം നടത്തിയിട്ടില്ല. സമരം നടത്തിയത് ഇവിടെയാ. 3 രാത്രികൾ കൊടി പിടിച്ചു വന്നു. ഓക്കെ, സ്വാഭാവികം ആകാം. അടുത്ത സമരം നടത്തിയത് ഞാൻ വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ, അതും സമ്മതിക്കാം. അടുത്ത സമരം നടത്തിയത് എൻ്റെ സ്വന്തം വീടായ വാഴമുട്ടത്തും സമരം നടത്തി. അത് തകർക്കാനല്ലേ സ്നേഹിത? ഞാനിവരെ ഈ സമരം നടത്തുമ്പോഴും ഞാൻ അവിടെ ഇടയ്ക്ക് അവരെന്നെ കൈ കാണിക്കുന്നു. എനിക്കെല്ലാവരെയും പരിചയമാ, അവരെല്ലാം എനിക്ക് പരിചയമാണ്. ശരിക്കും എനിക്ക് മുദ്രാവാക്യം വിളിക്കുന്നത് എനിക്കെതിരെയാണെന്നറിയില്ല. അവർ മുദ്രാവാക്യമൊക്കെ വിളിക്കുന്നുണ്ട്, പക്ഷേ എനിക്കെതിരെയാണെന്ന് എനിക്കറിയില്ല. എനിക്ക് ശരിക്കും അവരെന്നെ കാണുന്നു. അപ്പോഴാണ് മാധ്യമം പറയുന്നത് ബിനു വാഴമുട്ട ഒളിവിൽ. ഞാൻ അവരുടെ കൂടെ ഉണ്ട്. ഞാനങ്ങ് ഒളിവിൽ പോയിട്ട് ഇന്ന് വരെ ഒളിവിൽ പോയില്ല. ദൈവം എനിക്ക് ഒളിവിൽ പോകാൻ സംഗതി ഒരുക്കത്തുമില്ല. ഇല്ല. ഒന്നൂടെ ഇവിടുത്തെ മറുനാടൻ സാധന അവറുകൾ ഉൾപ്പെടെ ഒളിവിൽ പോയ ആളുകളാണ്. ഞാൻ ഒളിവിൽ പോയിട്ടില്ല, ഒളിവിൽ പോകത്തുമില്ല. ഞാൻ ദൈവത്തെ സേവിക്കാൻ എന്നെ ദൈവം തിരഞ്ഞെടുത്ത. ഞാൻ അതൊക്കെ തിരുത്തുക നിങ്ങളുടെ മുൻപിൽ. എൻ്റെ കുഞ്ഞുപ്രായം മുതൽ എനിക്കൊരു ചെറിയ കുഴപ്പമുണ്ട്. കരയുന്ന ഒരാളെ കണ്ട കൂട്ടും കുഴപ്പമാണ് എൻ്റെ എന്നാ വിചാരിക്കുന്നത്. അതൊരു വലിയ കുഴപ്പമാണ്. അങ്ങനെ പഠിക്കാൻ നിവർത്തിയില്ലെങ്കിൽ ഇച്ചിരി പ്രായമായ കുഞ്ഞുങ്ങളാണ്, അവരെ വിളിച്ചുകൊണ്ട് വീട്ടിൽ നിർത്തും, അന്നം കൊടുക്കും, വസ്ത്രം കൊടുക്കും. അങ്ങനെ കൊണ്ടുവന്ന ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളെ ജോലിയാക്കി വിവാഹം കഴിപ്പിച്ച് അവർ രാജ്യത്ത് പല രാജ്യങ്ങളിൽ താമസിക്കുന്നുണ്ട്. ഞങ്ങൾ 100 പേരെ എടുക്കുമ്പോൾ 80 പേര് ശരിയാവും, 20 പേര് തിരിച്ചു പോകും. അതെല്ലായിടത്തും അങ്ങനല്ലേ? ഞങ്ങൾ 100 പേരെ എടുത്താൽ 80 പേര് റെഡിയായി വരും. അത് യേശുവിൻ്റെ കാലത്തും അങ്ങനല്ലേ? ആണ്. യേശു കർത്താവ് 12 പേരെ എടുത്തപ്പോൾ ഒരാൾ തെറ്റിപ്പോയി. ഇതെടുത്തത് യേശുവാ, എന്നിട്ട് തെറ്റിപ്പോയി. അപ്പം ഞാൻ എടുക്കുന്നതിന് കുറ്റമില്ലല്ലോ. ഇതെൻ്റെ സ്വഭാവമാണ്. കഞ്ചാവും കാശിഷും ബ്രൗൺ ഷുഗറും ആത്മഹത്യക്കുമൊക്കെ പോകുന്ന കുഞ്ഞുങ്ങളെ എൻ്റെ വീട്ടിൽ താമസിപ്പിക്കും. ഞാൻ ഇതിൽ പ്രമുഖനായ ഒരാളെ കുറിച്ച് പറയും, ഇപ്പോഴല്ല പറയും. നിരവധി കേസുകളുടെ പ്രതിയായ രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്ന ഒരാൾ,
അദ്ദേഹത്തെ എൻ്റെ വീട്ടിൽ കൊണ്ട് താമസിപ്പിക്കുവാൻ ഒരു 6.25 അടി പൊക്കമുണ്ട്. ഒരു രാഷ്ട്രീയ കൊലപാതകത്തിൻ്റെ പേരിൽ അദ്ദേഹത്തെ എനിക്ക് മാവേലിക്കര അന്ന് നടന്നൊരു ഐക്യ കൺവെൻഷൻ വെച്ച് കിട്ടുക. ഞാൻ അദ്ദേഹത്തോട് ദൂത് പറഞ്ഞ് അദ്ദേഹത്തെ എൻ്റെ കൂടെ വരാൻ വേണ്ടി ശ്രമിക്കുക. അദ്ദേഹം അന്ന് പരോളിലെ പ്രതിയാണ്. ഞാൻ ഈ ദൂത് പറഞ്ഞ് അദ്ദേഹത്തിന് കെട്ടിപ്പിടിച്ച് പരസ്യം ഒരു ഉമ്മ കൊടുത്തു. എന്നിട്ട് ഞാൻ പറഞ്ഞു, സ്നേഹിത, യേശു ദൈവമാണ്, യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. അദ്ദേഹം എന്നോട് ചോദിച്ചൊരു വാക്ക്, യേശു സ്നേഹിക്കുന്നെന്നോ, എന്നെ സ്നേഹിക്കുന്നെന്നോ? ഞാൻ പറഞ്ഞു, താങ്കളെ യേശു സ്നേഹിക്കുന്നു. ഞങ്ങളുടെ പണിക്കരച്ചാൻ പറയുന്നതിന് കുഴപ്പമുണ്ടോ? ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. നിങ്ങൾ പണിക്കരച്ചാൻ ഒരു ക്ലാപ്പ് ഒന്ന് കൊടുത്തേ. എന്തോ പണിക്കര ഫിലിപ്പോസ് പണിക്കർ അടൂന്ന് ആരാധനയ്ക്ക് വരുന്ന ആളാ. ഈ കടമ്പനാട് ഈ ജരാനരകൾ ബാധിച്ച അപ്പച്ചന് നടക്കാൻ വയ്യാത്ത അമ്മച്ചിയും ഫ്രണ്ടിൽ ആരാധനയ്ക്ക് ഉണ്ടായിരുന്നു. ബൈബിളും പൊക്കി പിടിച്ച് ആരാധനയ്ക്ക് വേണ്ടി അവിടെ നിന്നു. അപ്പച്ച, ഒരു ബിഗ് സല്യൂട്ട്. ഇരുന്നേ. ഞായറാഴ്ച വരുന്നവർക്ക് ഒരിക്കൽ കൂടെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നിങ്ങൾ കാണിച്ചത് ഒരു പുരുഷത്വമാണ്, ഒരു ധൈര്യമാണ്. നിങ്ങൾക്കറിയാം, നിങ്ങൾ ഇത്രയും പേര് ഇവിടെ അന്ന് ആരാധനയ്ക്ക് വന്നില്ലെങ്കിൽ നമുക്കിവിടെ കയറാൻ പറ്റില്ല. ഇല്ല, അന്ന് നമ്മളെ അവർ പൂട്ടിച്ചിരുന്നെങ്കിൽ ഇന്ന് ഒരു കാര്യം നിങ്ങൾ കേൾക്കണം. അവർ ഇന്നലെ എലോഹിമിനെതിരെ വന്നു, നാളെ ചർച്ച് ഓഫ് ഗോഡിനെതിരെ വരും, മറ്റന്നാൾ IPCക്കെതിരെ വരും, അതിൻ്റെ നാളെ. നിങ്ങൾ ഒരു വാക്കൂടെ കേൾക്കണം. നമ്മുടെ ഈ നാട്ടിൽ, നമ്മുടെ ഓമല്ലൂര് അറിയപ്പെടുന്ന മറ്റൊരു കാര്യമുണ്ട്. ഒരു സംഘർഷം ഇവിടെ കിടപ്പുണ്ട്. നമ്മളെക്കാൾ പ്രബുദ്ധരായ, നമ്മളെക്കാൾ സംഘടനാ ബലമുള്ള, നമ്മളെക്കാൾ കരുത്തുള്ള ആളുകൾ ഇവിടെ നിൽക്കുക. ഷൈനിമാമേ, ഇപ്പുറത്തോട്ടിരുത്തിയാട്ടെ ആൾക്കാരെ. നമ്മളെക്കാൾ സംഘടനാ പാഠവുമുള്ള, നമ്മളെക്കാൾ മിടുമിടുക്കരായ ആളുകൾ നോക്കിയിട്ട് ഈ ഓമല്ലൂരിൽ പലതും നടന്നില്ല. ബാക്കി നിങ്ങൾ ഊഹിച്ചോണം. ഞാൻ എന്താ പറയുന്നത്? ഊഹിച്ചോണം. ഇവിടെ ഒരു കാര്യമുണ്ട്. ഈ മണ്ണിൽ അവർ പറഞ്ഞത് ഇന്നു വരെ വിജയിച്ചു. ഞാൻ പറഞ്ഞു, ബഹുമാനപ്പെട്ട പ്രസിഡന്റിനോട് പറഞ്ഞത് കയറിയപ്പോൾ, നിന്നെ ഞാൻ വാഴിക്കില്ല, ഇവിടെ നിന്നെ ഞാൻ ആരാധിക്കാൻ സമ്മതിക്കില്ല. അപ്പം ഞാൻ മാഡത്തോട് പറഞ്ഞു, മാഡം, നിങ്ങൾ ഈ വെല്ലുവിളിക്കുന്നത് ദൈവത്തെയാ. ദൈവത്തെ വെല്ലുവിളിക്കരുത്. ഞാൻ ഇവിടെ നിന്ന് പറയുക, ദൈവത്തെ വെല്ലുവിളിക്കരുത്. നമ്മൾ ഈ വിചാരിക്കും പോലെ ദൈവം ഒരു നിസ്സാരക്കാരനല്ല. ഈ അഖിലാണ്ടമുണ്ടാക്കിയ ആളാണ് ദൈവം. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞതുപോലെ ലോകമൊക്കെ ഭജിച്ചു വരുന്നൊരു ദൈവം. ആ ദൈവത്തെയാ ഞാൻ അന്ന് പഞ്ചായത്ത് ഓഫീസിൽ നിന്ന് ഇറങ്ങുമ്പോൾ പറഞ്ഞൊരു വാക്കിങ്ങനെ ഉണ്ട്. അവിടെ മിനിസ്റ്റർ രേഖപ്പെടുത്തിയിട്ടുണ്ടാകാം, ഉണ്ടോ ഇല്ലയോ എന്ന് ആധികാര്യം എനിക്കറിയില്ല. അതിനകത്ത് ഉണ്ടാകാം എന്ന് ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞു, മാഡം, ഞാൻ ഈ ഉലകം മുഴുവൻ ഉണ്ടാക്കിയ ദൈവത്തെ ഭജിക്കുന്ന ദൈവത്തിന് പകരമുള്ളയാളാണ്. ഇത് യേശുവിനെ ആരാധിക്കാൻ വേണ്ടിയാണ് ഞാൻ ചോദിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തെ ആരാധിക്കാൻ ഇന്ത്യൻ നിയമത്തിൽ പറഞ്ഞതുപോലെ ദൈവം ഞങ്ങൾക്കൊരു പള്ളി തരും. ഞങ്ങൾ ആ പള്ളിയിൽ ദൈവത്തെ ആരാധിക്കും. ശുഭപ്രതീക്ഷയോടെ ദൈവരാജ്യത്തിന് വേണ്ടി നിൽക്കുന്ന പ്രിയരെ, നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ്.